അതേപോലെ തന്നെ നമ്മൾ ഈ മുത്തലാഖിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടു വിവാഹമോചന രീതി എങ്ങനെയാണ് ഒരു അസാധുവായിട്ടുള്ള വിവാഹമോചനം ഉരുവിട്ട് കഴിഞ്ഞാൽ പോലും ഒരാളെ നമ്മൾ ക്രിമിനൽ കുറ്റകൃത്യത്തിനനുസരിച്ചിട്ട് ജയിലിൽ വിടുന്നതാണ്. അതെല്ലാം ഒരു പ്രത്യേക മതസമൂഹത്തിനോട് മാത്രം കാണിക്കുന്ന ഒരു വിവേചനമായിട്ട് അങ്ങനെയാണ് നമ്മൾ വഖഫിനെ നമ്മളിപ്പോൾ കാണുന്നത്. വഖഫ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക തത്വം അനുസരിച്ചിട്ട് ദൈവത്തിലേക്ക് ഒരാൾ സമർപ്പിക്കുന്ന ഒരു സ്വത്ത്. ആ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു മൗലികാവകാശം ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് അത് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, അത് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വലിയ രീതിയിൽ ബഹുമാനപ്പെട്ട MLA AP അനിൽകുമാർ അവരുടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഇസ്ലാമിക തത്വമായിട്ടുള്ള വഖഫിനെ പോലും ഈ രീതിയിൽ ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള നിയമം കൊണ്ടുവന്നിട്ട് എല്ലാവരും പരീക്ഷിക്കണം. ആ പരീക്ഷണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ മതവിഭാഗങ്ങളെ തമ്മിൽ ധ്രുവീകരണം അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷണങ്ങളാണ് ഈ പറയുന്ന സർക്കാർ നമ്മുടെ മേലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് ഈ പറയുന്ന പരീക്ഷണങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അത് പാർലമെന്റ് അകത്തായാലും പാർലമെന്റ് പുറത്തായാലും നമ്മളുടെ പോരാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇപ്പൊ നിൽക്കുന്നത്. ആ സമയത്താണ് ഇപ്പോ ഈസക്കാനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ സ്മരിക്കുന്നത്. ഈസക്കായെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി, എവിടെ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഡൽഹിയിൽ കുറച്ച് നാളുകൾ മുമ്പ് വന്നപ്പോൾ അവിടുത്തെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് വരുന്ന കുട്ടികളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി. ആ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ, അതായത് KMCC നടത്തുന്ന ഹോസ്റ്റലാണ് അദ്ദേഹം സന്ദർശിച്ചത്. അദ്ദേഹം പറഞ്ഞു ഈ ഹോസ്റ്റൽ